മോഹൻലാൽ ആരാധകർ ഒന്നടങ്കം കാത്തിരിക്കുന്ന ഒരു കാര്യമുണ്ട്. നടൻ എന്നാണ് ഈ താടിയെടുത്ത് അഭിനയിക്കുന്നത് എന്നത്. ഏറെക്കാലമായി മോഹൻലാൽ താടി വെച്ചാണ് ബിഗ് സ്ക്രീനിൽ പ്രത്യക്ഷപ്പെടുന്നത്. ഇതിനെതിരെ പലപ്പോഴും ആരാധകർ അടക്കമുള്ളവർ രംഗത്ത് എത്തിയിട്ടുമുണ്ട്. ഏറ്റവും ഒടുവിൽ മോഹൻലാൽ താടിയെടുത്ത് വന്ന സിനിമ ഒടിയൻ ആയിരുന്നു. ശേഷം വന്ന എല്ലാ സിനിമകളിലും മോഹൻലാൽ താടി വെച്ചു. തങ്ങളുടെ പഴയ മോഹൻലാൽ ആകണമെങ്കിൽ താടിയെടുക്കണമെന്ന് പ്രേക്ഷകർ ആവശ്യപ്പെടുന്നത് ഇതിനി സാധ്യമാണോ അല്ലയോ എന്നത് കാത്തിരുന്ന് തന്നെ അറിയേണ്ടതാണ്. ഇക്കാര്യത്തെപ്പറ്റി ശാന്തിയോട് ദിനേശ് പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധിക്കപ്പെടുന്നത്. ഒരു ദ്രോഹി കാരണം താടി വെക്കേണ്ടി വന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. നിങ്ങളുടേത് മാത്രമല്ല മലയാളി പ്രേക്ഷകർ ഹതഭാഗ്യരായി പോയത് അതിനാലാണ്. താടി വെച്ച ഫോട്ടോകൾ കാണുമ്പോൾ നിങ്ങളെ കൊണ്ടും വേണ്ടാത്ത ജോലികൾ ചെയ്യിപ്പിച്ച അയാളെ ഞാൻ പ്രാകാറുണ്ട്. ഒരു നല്ല നടനെ നശിപ്പിച്ചതാണ്. മോഹൻലാലിന് ഇത്രയും ബുദ്ധിയില്ലാതിരുന്നു എന്ന് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്നാണ് ശാന്തിവിള ദിനേശ് പറയുന്നത്. ലൈറ്റ് ക്യാമറ ആക്ഷൻ എന്ന തന്റെ യൂട്യൂബ് ചാനലിൽ ആയിരുന്നു സംവിധായകന്റെ പ്രതികരണം എത്തിയതും. ഇത് വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ വൈറലാകുകയും ചർച്ചകൾക്ക് വഴിവെക്കുകയും ചെയ്തു കഴിഞ്ഞു. മോഹൻലാലിന്റെ സിനിമയെക്കുറിച്ച് ശാന്തിവിള ദിനേശ് സംസാരിക്കുന്നുണ്ട്. താങ്കൾ ഋഷഭ എന്നൊരു പടം ചെയ്യുന്നു. എമ്പുരാൻ വരാൻ പോകുന്നു. എവിടേക്കോ പോയി ഷൂട്ട് ചെയ്തെന്ന് പറയുന്നു. എമ്പുരാന്റെ 1ാം ഭാഗം പോലും സഹിക്കാൻ പറ്റാത്ത ഒരാളാണ് ഞാൻ. അത് ചിലപ്പോൾ എന്റെ വിവരക്കേട് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അത്തരം സിനിമ കാണാനുള്ള സെൻസ് ഇല്ലാത്തത് കൊണ്ടായിരിക്കാം. പുറകെ ബറോസ് വരുന്നു. ശേഷം 200 കോടി ബജറ്റിൽ എപ്പിക് ആക്ഷൻ സിനിമ വരുന്നു. ഇതൊന്നും അല്ല മോഹൻലാലെ തൽക്കാലത്തേക്ക് ആവശ്യം. നിങ്ങൾ ജനപ്രിയമാകുന്ന ലൈറ്റ് ആയിട്ടുള്ള സിനിമകൾ ചെയ്യൂ. നിങ്ങളെ എപ്പോഴും പ്രേക്ഷകർക്ക് ഇഷ്ടമാണ് എന്നാണ് ശാന്തിവിള ദിനേശ് പറഞ്ഞു വെക്കുന്നത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഇതിൽ?